ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. അപ്പം എല്ലാവർക്കും ടഫസ്റ്റ് ആയിട്ടൊരു മൊഡ്യൂളാണ് അല്ലെ OET റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ OET റീഡിംഗ് എങ്ങനെ ഇംപ്രൂവ് ആക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ സാധാരണമായും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? സിനോണിംസിലാണ് അല്ലെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആന്റണിംസും. പ്രത്യേകിച്ച് ഈ എലിമിനേഷൻ പ്രോസസ്സിലൊക്കെ ആന്റണിംസ് എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിംഗ് വീഡിയോ ശ്രദ്ധിക്കുക, ആന്റോണിംസിനെ കുറിച്ചാണ്. ആന്റോണിംസ്, അപ്പോൾ നിങ്ങൾക്ക് സിനോണിംസ് ഒക്കെ നന്നായിട്ട് കുറേ അറിയണ്ടാവും അല്ലേ. നമ്മൾ ആന്റോണിംസ് ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആന്റോണിംസ് പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആന്റോണിംസ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസുകൾ ചില സമയത്തൊക്കെ മീനിങ് തെറ്റായി വരാൻ സാധ്യതയുണ്ട്, ചില ഓപ്ഷൻസുകൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കാറ്റഗറി വെച്ച് പഠിക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. നമുക്ക് ഓരോരോ കാറ്റഗറിയായി പഠിക്കാം. ആന്റോണിംസ് ആണ്. ആന്റോണിംസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്, ഓപ്പോസിറ്റ്, വിപരീത പദം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സോ നമുക്ക് ഓരോ കാറ്റഗറിയെ പഠിക്കാം. ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ആന്റോണിംസ് വിത്ത് ഇൽ പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ഭാഗത്തെ പറഞ്ഞ പേരാണ് പ്രിഫിക്സ്. ഒരു വേർഡിൻ്റെ ഫ്രണ്ടിലിടുന്നത്. പ്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും ബിഫോർ എന്നാണ് കേട്ടോ ഒരു പരിധി വരെ. അപ്പം ഇല്ലിൽ തുടങ്ങുന്ന ആന്റോണിംസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കോ, ലീഗലാണ് അതിൻ്റെ സ്ട്രേറ്റ് വേർഡ്. ലീഗലിൻ്റെ ആന്റോണിംസ് നമുക്ക് ഇല്ലീഗൽ എന്ന് പറയാം. അപ്പോൾ ഇല്ലീഗലാണ് അല്ലേ, ഇല്ലീഗൽ എന്നുള്ള ആന്റോണിമം ശ്രദ്ധിക്കുക. ഇല്ലീഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലിൻ്റെ ഓപ്പോസിറ്റ്. ലീഗൽ എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് അല്ലേ, നിയമപരമായിട്ട്. അപ്പോൾ ഇല്ലീഗൽ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നിയമപരമല്ലാത്ത കേട്ടോ, മീനിങ് അതാണ് ഇല്ലീഗൽ. എക്സാമ്പിൾ നോക്കിക്കേ, ഇറ്റ്സ് ഇല്ലീഗൽ ടു ഡ്രൈവ് എ കാർ വിത്തൗട്ട് ലൈസൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ലൈസൻസ് ഇല്ലാതെ കാർ ഓടിക്കുന്നത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ് കേട്ടോ. അപ്പം ലീഗലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇല്ലീഗൽ. അപ്പോൾ നമ്മൾ ഒരിക്കലും സിനോണിംസ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് നമ്മൾ പഠിക്കുന്നത് ആന്റോണിംസ് ആണ്. ലീഗൽ, ഇല്ലീഗൽ. അപ്പോൾ ഇല്ലിൽ തുടങ്ങുന്ന ആന്റോണിംസുകൾ. ഇനി അടുത്തത് ഇല്ലിൽ തുടങ്ങുന്ന അടുത്തൊരു ആന്റോണിം നോക്കിയേ നിങ്ങൾ, അതായത് ഇൽ പ്രിപ്പയർഡ്. വെൽ പ്രിപ്പയർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൽ പ്രിപ്പയർഡ്. എന്താണ് ഇൽ പ്രിപ്പയർഡ്? സെൻറ്റൻസ് നോക്കിക്കോളൂ. വി ആർ ഇൽ പ്രിപ്പയർഡ് ടു ഡീൽ വിത്ത് എ സഡൻ ക്രൈസിസ്. അപ്പം ഈ പ്രിപ്പയർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പ്രിപ്പയർ എന്ന് വെച്ചാൽ നമ്മൾ ഒരുങ്ങിയിരിക്കുക, അപ്പോൾ ഒരുക്കം ഇല്ലാതിരിക്കുക, അതാണ് ഇൽ പ്രിപ്പയർഡ് ഓപ്പോസിറ്റ് കേട്ടോ. ഇൽ പ്രിപ്പയർഡ് വരുമ്പോൾ മീനിങ് നേരെ തിരിഞ്ഞുണ്ടോ നിങ്ങൾ? പ്രിപ്പയർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൽ പ്രിപ്പയർഡ്. അപ്പോൾ ഒരുക്കം ഇല്ലാതിരിക്കുക. സോ വി ആർ ഇൽ പ്രിപ്പയർ ടു ഡീൽ വിത്ത് എ സഡൻ ക്രൈസിസ്. ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ നമുക്കത്ര ഒരുക്കം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഇൽ പ്രിപ്പയർഡ് കേട്ടോ. പ്രിപ്പയർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൽ പ്രിപ്പയർഡ്. അപ്പോൾ ഇല്ല് വെച്ചുള്ള വാക്കുകളൊക്കെ നമുക്ക് നമ്മൾ ഈ പറയുന്നത് ആന്റോണിംസുകളാണ്. അപ്പോൾ ഇല്ലീഗൽ പഠിച്ചു അല്ലേ, അതേപോലെ തന്നെ ഇൽ പ്രിപ്പയർഡ്. അടുത്തൊരു വേർഡാണ് ഇൽ ഇൻഫോംഡ്. സ്ക്രീനിലേക്ക് നോക്കുക, ഇൽ ഇൻഫോംഡ്. ഇപ്പോൾ ഇൻഫോംഡ് എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൽ ഇൻഫോംഡ്. യുവർ ഇൽ ഇൻഫോംഡ് ഒപ്പീനിയൻസ് വിൽ ഗെറ്റ് യു ഇൻ ടു ട്രബിൾ. ഇൻഫോം എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയാലോ, ഇൻഫർമേഷൻ, വിവരം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൽ ഇൻഫോംഡ്. അപ്പം നമുക്ക് അധികം കിട്ടാത്ത അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, ലാക്ക് ഓഫ് നോളജ്, അധികം അറിവില്ലായ്മ അല്ലേ, അറിവില്ലായ്മയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയത്തില്ലാത്ത ഒപ്പീനിയൻസ് നമുക്ക് പ്രശ്നത്തിലേക്ക് നമ്മൾ നയിക്കും. അതാണ് വിൽ ഗെറ്റ് യു ഇൻ ടു ട്രബിൾ, ഇൽ ഇൻഫോംഡ്. ഇൽ ഇൻഫോംഡ് നേരെ ഓപ്പോസിറ്റാണ് ഇൽ ഇൻഫോംഡ്. ഫൈൻ, റൈറ്റ്. നമുക്ക് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് പോകാം. ആന്റോണിംസിൻ്റെ സെക്കൻഡ് കാറ്റഗറി, ആന്റോണിംസ് വിത്ത് ഡിസ്പ്രിഫിക്സ് നോക്കാം. സോ ആദ്യത്തെ വേർഡ് ഡിസഗ്രി എന്നുള്ള ഒരു ആന്റോണിമാണ്. അപ്പോൾ നമുക്കറിയാം ഡിസഗ്രി എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ്? അഗ്രിയുടെ ഓപ്പോസിറ്റ്. അപ്പോൾ ഡിസഗ്രി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ സ്ട്രോങ്ലി ഡിസഗ്രി വിത്ത് ദിസ് പ്രപ്പോസൽ. ഈ പ്രപ്പോസൽ ഞാൻ എതിർക്കുകയാണ്. അടുത്ത വേർഡ് ഡിസ്റെസ്പെക്റ്റ്. റെസ്പെക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്റെസ്പെക്റ്റ്. അറിയാലോ, ബഹുമാനം കൊടുക്കുക, റെസ്പെക്റ്റ്. ഡിസ്റെസ്പെക്റ്റ് എന്താ? അപ്പം ബഹുമാനം കൊടുക്കുന്നില്ല. നോക്കി നിങ്ങൾ, ദേ ഷോഡ് ഡിസ്റെസ്പെക്ട് ടു മൈ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡിനോട് അവർ അപമര്യാദയായി അല്ലെങ്കിൽ മാന്യത കൊടുത്തില്ല, ഒരു ബഹുമാനം കൊടുത്തില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. ദെൻ ക്വാളിഫൈഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ക്വാളിഫൈ കേട്ടോ. ഡിസ് വെച്ചുള്ള വാക്കുകൾ നിങ്ങൾ ഡിസ്ക്വാളിഫൈ. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ വിൽ ഡിസ്ക്വാളിഫൈ യു ഫോർ ഗുഡ് ജോബ്സ് കണ്ടോ. എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ, ഇപ്പോൾ ക്വാളിഫൈ എന്നുള്ള വേർഡ് ക്വാളിഫിക്കേഷൻ ഉള്ളല്ലേ, ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണ്. ഡിസ്ക്വാളിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈ ആക്കാതിരിക്കുക കണ്ടോ. അപ്പം എഡ്യൂക്കേഷൻ ഇല്ലാത്തത് ഒരു പരിധി നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആക്കുന്നു ഗുഡ് ജോബ്സിൽ നിന്ന് കണ്ടോ. ദെൻ അടുത്തത്
കറേജിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കറേജ്. ഇത് കുറേ പേർക്ക് അറിയായിരിക്കും ഡിസ്കറേജ് എന്നുള്ള വേർഡ് അല്ലേ. അപ്പം കറേജിന്റെ ആന്റോണിം ആണ് ഡിസ്കറേജ്. എന്താണ് സെന്റൻസ് നോക്കാം നമുക്ക് അല്ലേ. വി വാണ്ട് ടു ഡിസ്കറേജ് ചിൽഡ്രൻ ഫ്രം സ്മോക്കിംഗ്. സ്മോക്കിംഗ് നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുക. കാരണം സ്മോക്കിംഗ് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കുട്ടികളിൽ. സോ വി വാണ്ട് ടു ഡിസ്കറേജ് ചിൽഡ്രൻ ഫ്രം സ്മോക്കിംഗ് ഉണ്ടോ. ഇപ്പം ഡിസ് വെച്ചിട്ടുള്ള ഡിസ് പ്രിഫിക്സ് ഉള്ള ആന്റോണിംസ് നമ്മൾ ഡിസ്കഷൻ ചെയ്തു. ഇനി അടുത്ത ആന്റോണിം കാറ്റഗറിയാണ് ആന്റോണിംസ് വിത്ത് ഇം. ഐ എം പ്രിഫിക്സ് നോക്കാം. ഫസ്റ്റ് വേർഡ് ഇംപോസിബിൾ. അറിയുന്ന വേർഡ് അല്ലേ. പോസിബിൾ നേരെ ഓപ്പോസിറ്റ്. അപ്പം നമ്മളിത് പഠിപ്പിക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് പോസിബിൾ എന്നുള്ളതിന് പകരം നിങ്ങൾ ഇമ്പോസിബിൾ എന്നോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ എന്ന് പറയുന്നത് നിങ്ങൾ പോസിബിൾ എന്നോ വായിച്ചു കഴിഞ്ഞാൽ മീനിങ്ങോ എൻറ്റയർലി ഉൾട്ടയാവും, ഓപ്പോസിറ്റ് ആവും. ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പോസിബിൾ അല്ല എന്ന്. നമ്മൾ പെട്ടെന്ന് ഇറ്റ് ഈസ് പോസിബിൾ എന്നൊക്കെ അറിയാതെ വായിച്ചു പോകും. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ തെറ്റും. ഒരുപാട് പേർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ആന്റോണിംസ് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മീനിങ് ചേഞ്ച് ആവുന്ന അറിയാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഇംപോസിബിൾ. അടുത്തത് മോറലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇമ്മോറൽ. മോറലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇമ്മോറൽ ഉണ്ടോ. ഐ എം പ്രിഫിക്സ് ഉള്ളത്. ഇമ്മോറൽ ബിഹേവിയർ ഉണ്ടോ. ഇമ്മോറൽ ബിഹേവിയർ. ഫൈൻ. അടുത്ത് നോക്കിയേ, പേഷ്യൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇംപേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇംപേഷ്യൻറ്റ്. സോ ഇംപേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമയുള്ള എന്നുള്ള മീനിങ് ആണ് അല്ലേ. അപ്പം ഇംപേഷ്യൻ്റ് എന്ന് വെച്ചാൽ ക്ഷമയില്ലാത്ത. സോ ഹി വാസ് ഇംപേഷ്യൻറ്റ് ടു ഗെറ്റ് ഹോം ഉണ്ടോ. അക്ഷമയനായി എന്നൊക്കെ പറയത്തില്ലേ. ഹി വാസ് ഇംപേഷ്യൻറ്റ് ടു ഗെറ്റ് ഹോം. ക്ഷമയില്ല. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഐ എം ഒക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് നോക്കിയേ, മൊബൈലും ഇമ്മൊബൈലും. മൊബൈൽ എന്ന് വെച്ചാൽ മൊബിലിറ്റി, വാക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഇമ്മൊബൈൽ എന്ന് വെച്ചാൽ വാക്ക് ചെയ്യുന്നില്ല, സ്റ്റാൻഡ് സ്റ്റിൽ എന്നൊക്കെ പറയത്തില്ല. ഇമ്മൊബിലൈസ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഷീ സാറ്റ് ഇമ്മൊബൈൽ ഫോർ എ ലോങ് ടൈം. ഷീ സാറ്റ് ഇമ്മൊബൈൽ ഫോർ എ ലോങ് ടൈം ഉണ്ടോ. അവിടെ ഇങ്ങനെ വാക്ക് ചെയ്യാതെ, ചലനമില്ലാതെ, എന്താ പറയുക, നിശ്ചലമായി എന്നൊക്കെ പറയത്തില്ലേ, സംതിങ്. ഫൈൻ. അടുത്ത കാറ്റഗറിയാണ് ആന്റോണിംസ് വിത്ത് മിസ് പ്രിഫിക്സ്. MIS പ്രിഫിക്സ്. ആന്റോണിംസ് വിത്ത് മിസ് പ്രിഫിക്സ്. അണ്ടർസ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? മിസ്അണ്ടർസ്റ്റാൻഡ് ഉണ്ടോ. മിസ്അണ്ടർസ്റ്റാൻഡ്. ഇപ്പം സെന്റൻസ് നോക്കിക്കോളൂ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഐ ആം നോട്ട് ക്രിട്ടിസൈസിങ് യുവർ ഡിസിഷൻ. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ താങ്കളുടെ ഡിസിഷനെ, തീരുമാനത്തെ കുറ്റപ്പെടുത്തുകയല്ല, വിമർശിക്കുകയല്ല എന്ന് പറയുകയാണ്. അപ്പം മിസ്അണ്ടർസ്റ്റാൻഡ് ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നത്. നമ്മളൊരു കാര്യം ജെന്യൂനായി പറഞ്ഞാലും ചില ആൾക്കാർ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അണ്ടർസ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് മിസ്അണ്ടർസ്റ്റാൻഡ്. പ്രത്യേകം മനസ്സിലാക്കുക, ആന്റോണിമാണ്. അടുത്തൊരു മിസ് വെച്ചുള്ള ഒരു ആന്റോണിമാണ് മിസ്ബിഹേവ്. ബിഹേവിന് നേരെ ഓപ്പോസിറ്റ് ആണ് മിസ്ബിഹേവ്. നമ്മൾ നോക്കാം അല്ലേ. ചിൽഡ്രൻ ഓഫൺ മിസ്ബിഹേവ് ഇൻ ഓർഡർ ടു ഗെറ്റ് അറ്റൻഷൻ. ഈ ചെറിയ കുട്ടികൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും? മിസ്ബിഹേവ് ചെയ്യും. കാരണം അവർക്ക് ആ ശ്രദ്ധ, അമ്മയുടെയോ ഫാദറിൻ്റെയോ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംതിങ് മിസ്ബിഹേവ് ചെയ്യാനുള്ള സാധ്യത, സംതിങ് ലൈക്ക് ദാറ്റ്. ദെൻ അടുത്ത ഒരു മിസ് വെച്ചുള്ളൊരു ഓപ്പോസിറ്റ് വേർഡാണ് മിസ് പ്രൊനൗൺസ്. പ്രൊനൗൺസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിസ് പ്രൊനൗൺസ്. ഓക്കെ, സോ നോക്കാം. ഷീ മിസ് പ്രൊനൗൺസ് ഷിപ്പ് ആസ് ഷീപ്പ്. അതിനർത്ഥം എന്താണ്? ഷിപ്പിനെ ഷീപ്പ് എന്ന് മിസ്പ്രൊനൗൺസ് ചെയ്തു. ലൈക്ക് പ്രോപ്പറായിട്ട് നമ്മളത് പറയുക എന്നുള്ള മീനിങ് ആണ്. അപ്പം മിസ്പ്രൊനൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായി പറയുക അല്ലേ. ലൈക്ക് പ്രൊനൗൺസിയേഷനിൽ മിസ്റ്റേക്ക് സംഭവിക്കുക, അതാണ് മിസ്പ്രൊനൗൺസ്. അടുത്തത് യൂസും മിസ്യൂസും. ഇത് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ. ഡോണ്ട് മിസ്യൂസ് വാട്ടർ. ഡോണ്ട് മിസ്യൂസ് വാട്ടർ. ഫൈൻ. അടുത്തത് ശ്രദ്ധിക്കുക, ഇത് കുറച്ച് പ്രൊനൗൺസിയെ കുറിച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ആന്റോണിംസ് വിത്ത് IR പ്രിഫിക്സ്, ഇർ പ്രിഫിക്സ്. നോക്കാം. ഇത് ശ്രദ്ധിക്കണം. ഈ ഒരു കാറ്റഗറി കുറച്ച് ടഫാണ്, നോക്കിക്കോളൂ. നമുക്കറിയാം റിപ്പയറബിൾ എന്നുള്ള വേർഡ് കിട്ടുന്നത് അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറയുക, ഈ കാറ്റഗറി വെച്ച് പറയുകയാണെങ്കിൽ ഇറിപ്പയറബിൾ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റിപ്പയറബിളിൻ്റെ മീനിങ് എന്താ? നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറിപ്പയറബിൾ എന്ന് വെച്ചാലോ റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പം ഇങ്ങനത്തെ ആന്റോണിംസ് എക്സാമ്പിൾ കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീനിങ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റും. കാരണം സെൻറ്റൻസ് ഒക്കെ തെറ്റും. നമ്മൾ പാട്ട് CA ഒക്കെ ചെയ്യുന്ന സമയത്ത് സെൻറ്റൻസിൽ ഏത് മോഡ്യൂളാണെങ്കിലും, റീഡിങ്ങിൻ്റെ ഏത് മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഈ ആന്റോണിംസ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ മീനിങ് തെറ്റായിട്ട് നമുക്ക്, കാരണം നേരെ ഓപ്പോസിറ്റ് മീനിങ്ങിലേക്ക് പോകും. നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ റിപ്പയറബിൾ എന്നാണ് നിങ്ങൾ ഇറിപ്പയറബിളെ നിങ്ങൾ റിപ്പയറബിൾ എന്നാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? അത് റിപ്പയർ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ്. പക്ഷേ ഇറിപ്പയറബിൾ ആണ്, റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവിടെ തന്നെ മീനിങ് നിങ്ങൾക്ക് തെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോയി. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആൻസറൊക്കെ വരുവാണെങ്കിൽ തീർന്നു. ആ ഒരു മാർക്കാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നന്നായി പഠിച്ചേക്കുക. റിപ്പയറബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഇറിപ്പയറബിൾ. സെൻറ്റൻസ് നോക്കിക്കോളൂ. ദ ഡാമേജ് വാസ് ഇറിപ്പയറബിൾ. നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് ആയിരുന്നു ഇറിപ്പയറബിൾ. അടുത്തത് റെസ്പോൺസിബിളും ഇറസ്പോൺസിബിളും. ഇറ്റ്സ് ഇറസ്പോൺസിബിൾ ടു ലെറ്റ് എ ചൈൽഡ് ക്രോസ് ദ റോഡ് അലോൺ.
അല്ലേ? കുട്ടികളെ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത് ഇറസ്പോൺസിബിൾ ആണ് അല്ലേ? അത് ഉത്തരവാദിത്തമില്ലായ്മയാണ്. ദെൻ റെഗുലറിൻ്റെ ഓപ്പോസിറ്റാണ് ഇറഗുലർ. ദ ഹാർട്ട് ബീറ്റ് വാസ് ഇറഗുലർ. റെഗുലർ എന്ന് വെച്ചാൽ നമുക്കൊരു ക്രമമായ ഒരു പാറ്റേൺ ഉണ്ട്. ഇറഗുലർ എന്ന് വെച്ചാൽ അങ്ങനെ പാറ്റേൺ ഇല്ലാത്ത എന്നുള്ള മീനിങ് ആണ്. അപ്പം റെഗുലറിൻ്റെ നേരെ ആൻറ്റോണിയമാണ് ഈ IR പ്രിഫിക്സ് വെച്ചുള്ള ആൻറ്റോണിയമാണ് ഇറഗുലർ. പഠിച്ചു വെക്കുക. അടുത്തത് റെലവൻറ്റും ഇറലവൻറ്റും. ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫെമിലർ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ലെറ്ററിലൊക്കെ ഇത് കാണാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവോയ്ഡ് ഇറലവൻറ്റ് തിങ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, സംതിങ് ലൈക്ക് ദാറ്റ്. ഇനി അടുത്തതാണ് ആൻറ്റോണിംസ് വിത്ത് അൺപ്രിഫിക്സ്, UN പ്രിഫിക്സ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നോണിൻ്റെ ഓപ്പോസിറ്റാണ് അൺനോൺ. എക്സാമ്പിൾ നോക്കിയേ, ഹി വാസ് ആൻ അൺനോൺ ആക്ടർ. അറിയപ്പെടാത്ത. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ സംഭവം ഇല്ലേ? നിങ്ങൾ റീഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അൺനോണും നോണും ഒക്കെ അതായത് നമ്മൾ വായിക്കുന്ന രീതി മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മീനിങ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ തെറ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ എന്ത് ചെയ്യുക, ലൈക്ക് മാറി വായിക്കും. ചിലപ്പോൾ നോൺ എന്നൊക്കെ വായിച്ചു പോകും, അൺനോണിന് നോൺ എന്നൊക്കെ വായിച്ചു പോകും. അപ്പം പോയി, മീനിങ്ങേ പോയി. അതാണ് പ്രശ്നം. നമ്മൾ ചിന്ത മാറും, പിന്നെ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് നിസ്സാരമല്ലേ ആൻറ്റോണിംസ്, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? നോൺ, അൺനോൺ. അപ്പം ഹി വാസ് ആൻ അൺനോൺ ആക്ടർ അല്ലേ? അറിയപ്പെടാത്ത ആക്ടർ ആയിരുന്നു. ഹി വാസ് ആൻ അൺനോൺ ആക്ടർ. ഇതിനടുത്തത് ഏബിളും അണേബിളും ഉണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കണം. ഐ വാസ് അണേബിൾ ടു ഡു ദ വർക്ക്. ഐ വാസ് ഏബിൾ ടു ഡു ദ വർക്ക് എന്നല്ല, ഐ വാസ് അണേബിൾ ടു ഡു ദ വർക്ക്. എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്തത് ക്ലിയറും അൺക്ലിയറും ഉണ്ടോ? അൺവെച്ചുള്ള പ്രിഫിക്സുള്ള ആൻറ്റോണിയം കണ്ടോ നിങ്ങൾ? അവർ പ്ലാൻസ് ആർ അൺക്ലിയർ അറ്റ് ദ മൊമെൻറ്റ്. ക്ലിയർ അല്ല എന്ന് ഇപ്പോൾ ഈ പ്ലാൻസ് ഉണ്ടോ? അടുത്തത് സേർട്ടനും അൺസേർട്ടനും. ഐ ആം അൺസേർട്ടൻ ഹൗ ടു പ്രൊസീഡ്. എനിക്കറിയത്തില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല മുന്നോട്ട് പോകാൻ. ഉണ്ടോ? മീനിങ് മാറുന്നുണ്ടോ? സേർട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് അൺസേർട്ടൻ. അപ്പോൾ നമ്മൾ ആൻറ്റോണിംസ് പല കാറ്റഗറിയായി പഠിച്ചു അല്ലേ? കൃത്യമായിട്ട് നിങ്ങൾ നന്നായിട്ട് ഇത് എഴുതി വെച്ച് പഠിക്കുക. എന്നിട്ട് ഇനി നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇതേപോലെ ആൻറ്റോണിംസ് വരുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക അല്ലേ? ഓപ്പോസിറ്റ് വേർഡാണെന്ന് മനസ്സിലാക്കുക. ആൻറ്റോണിംസ് ആണ്, നല്ലൊരു കളക്ഷൻ ആയിരിക്കും ഇത്. നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മീനിങ് തെറ്റാതെ തന്നെ എടുക്കുക. സോ താങ്ക് യു ഓൾ. OET റീഡിംഗ് ബെറ്റർ ആക്കാൻ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. Gino's Academy. Fly with your dreams.